Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതുപോലെ തന്നെ അൺബോക്സിംഗ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഗെയിമിംഗ് സ്പീക്കറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം ബാസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗെയിമിംഗ് സ്പീക്കറാണ് കേട്ടോ. നമ്മളെ റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആൻവിൽ എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ഡ്രാഗൺ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കീബോർഡും കാര്യങ്ങളൊക്കെ റെഡ് ഡ്രാഗണിന്റെ തന്നെയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അൺബോക്സിംഗ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത് കണ്ടോ. ഇതാണ് ബോക്സ് വരുന്നത്. ഒരു ബ്ലാക്ക് കളറാണ്. നമുക്ക് വലിയ LED ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസമായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യാണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത്യാവശ്യം നല്ല ബാസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. നിങ്ങൾക്ക് ഇത് ഇരിക്കുന്നത് ഈ ഒരു ലൈൻ പോലെ ഇരിക്കുന്ന ഒരു സ്പീക്കർ കാണുന്നതായിരിക്കും. അതാണ് ആക്ച്വലി ഈ സ്പീക്കർ നിങ്ങൾക്ക് ഓൾറെഡി കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഇൻട്രോ ഭാഗം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അല്ലാണ്ട് നമ്മൾ എടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഓൾമോസ്റ്റ് പ്രൈസ് നമുക്ക് 1800 ആ റേഞ്ചൊക്കെ നിങ്ങൾക്ക് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ സെബ്രോണിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്വാളിറ്റി, നല്ല ക്ലാരിറ്റിയും അത്യാവശ്യം ബാസും കാര്യങ്ങളൊക്കെ ഉള്ള മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ബാക്കിൽ എത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിൽ നമുക്ക് RGB ബാക്ക്ലൈറ്റ് ബൈ ടച്ച് കൺട്രോൾ ആണ്, മോളിൽ ടച്ച് കൺട്രോൾ ഉണ്ട് അതിന്റെ. അത് ഞാൻ അടുത്തായിട്ട് നമുക്ക് അൺബോക്സിംഗ് സെഷനിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ക്ലാസിക് ഡിസൈൻ ആൻഡ് സിമ്പിൾ സ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാസ് ക്വാളിറ്റി, പെർഫെക്റ്റ് ഫോർ ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ റേഞ്ച് സൗണ്ട് ഗെയിമിംഗ് സ്പീക്കർ വിത്ത് ടച്ച് ബട്ടൺ RGB ബാക്ക്ലൈറ്റ് കൺട്രോളിന് കൊടുത്തിട്ടുണ്ട്. MRP 2500 രൂപയാണ്. 1800 1700 ആ റേഞ്ചൊക്കെ പ്രൈസ് വരട്ടെ. ഞാൻ എന്തായാലും ഇതിന്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എനിക്ക് ആക്ച്വലി നമ്മളൊന്ന് വാങ്ങിച്ച സമയത്ത് നമുക്ക് പ്രൈസ് വന്നത് 1800 ആ റേഞ്ചൊക്കെ പ്രൈസ് വന്നതാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 1700 ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇത് ആക്ച്വലി നമുക്ക് എല്ലാത്തിലും പറ്റും. വിൻഡോസ് എന്താ പറയുക, ലിനക്സ് ആയിക്കോട്ടെ, വിസ്റ്റ ആയിക്കോട്ടെ, വിൻഡോസ് ആണ്, എല്ലാത്തിലും പറ്റും. വിൻഡോസ് ആണ്, ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. മാക്കിലും പറ്റും. എന്താ വെച്ചാൽ അത് ഓൾറെഡി നമ്മുടെ നെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിക്കോളും. നെറ്റ് കണക്ട് ചെയ്തിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നോർമൽ എല്ലാ വിൻഡോസിലും സപ്പോർട്ടാണ്. ബാക്കി എല്ലാ ഡിവൈസിലും നമ്മൾ ഓൾറെഡി ഇന്റർനെറ്റിൽ കൺട്രോൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡ്രൈവർ ഡൗൺലോഡ് ആയിക്കോളും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ അൺബോക്സിംഗ് ഡീറ്റെയിൽസിലേക്ക് പോയതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചാനൽ പേജ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അപ്പോൾ അന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് നമ്മൾ തുടങ്ങിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ വരും കേട്ടോ. അപ്പോൾ ഫോളോ അടിക്കാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആൻവിൽ എന്ന് പറഞ്ഞ സ്റ്റീരിയോ ഗെയിമിംഗ് സ്പീക്കറിന്റെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ പടം കാണാം. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഗെയിം RGB ലൈറ്റ് സംഭവങ്ങളൊക്കെ ഉള്ള കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കറിനെസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ റെഡ് ഡ്രാഗന്റെ ബ്രാൻഡിങ് ആണ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് സപ്പോർട്ട്, XP, വിസ്റ്റ 7, 10 നമ്മളൊക്കെ ഉണ്ട്. 11 സപ്പോർട്ടറാണ്. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഫുൾ റേഞ്ച് സൗണ്ട് ഗെയിമിംഗ് സ്പീക്കർ വിത്ത് ടച്ച് ബട്ടൺ RGB ബാക്ക്ലൈറ്റ് കൺട്രോളിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ കുറെ ഭാഷയിൽ സംഭവത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് MRP കൊടുത്തേക്കുന്നത് 2500 രൂപയാണ്. നമുക്കിത് ആക്ച്വലി ബൈയിങ് പ്രൈസ് വരുന്നത് 1700 1800 ആ റേഞ്ചൊക്കെയാണ്. ഞാൻ എന്തായാലും ഇതിന്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. രജിസ്റ്റർ ചെയ്യ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. www.redragon.in രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഈ സൈഡിലായിട്ട് നമുക്ക് RGB ബാക്ക്ലൈറ്റ് ബൈ ടച്ച് കൺട്രോൾ സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാസ് ക്വാളിറ്റി, ബാസ് ഉള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസിക് ഡിസൈൻ ആൻഡ് സിമ്പിൾ സ്ട്രക്ചർ എന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെഡ് ഡ്രാഗന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ സീല് പൊട്ടിക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടായിരിക്കും ഓൾറെഡി ഇത് സീൽഡ് ആണ്. അപ്പോൾ എൻ്റെ ഞാൻ നമ്മുടെ എന്താ പറയുക നൈഫ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് സീൽഡ് പാക്കേജ് ആട്ടോ. നല്ല ക്വാളിറ്റി പാക്കേജിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റെഡ് ഡ്രാഗൺ നിങ്ങൾക്ക് അറിയായിരിക്കും, അവർക്ക് ഗെയിമിംഗ് അക്സസറീസും സംഭവങ്ങളൊക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. അവർക്ക് എന്താ പറയുക, എൻ്റെ നിങ്ങൾ പണ്ടത്തെ വീഡിയോ കണ്ടായിരിക്കും. നമ്മുടെ എന്താ പറയുക ഈ കീബോർഡൊക്കെ, ഗെയിമിംഗ് കീബോർഡൊക്കെ റെഡ് ഡ്രാഗണിൻ്റെയാണ് കേട്ടോ. ഇപ്പം നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് കട്ടായി വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും നമ്മുടെ ഇതിൽ പടം കാണുമ്പോൾ, നമ്മുടെ ആമസോണിലൊക്കെ പടം കാണുമ്പോൾ ഭയങ്കര വലുതാന്ന് വിചാരിക്കും. പക്ഷെ ഇത് സാധാരണ പറഞ്ഞാൽ നോർമൽ ആ സൈസ് തന്നെയാണല്ലോ കേട്ടോ. അപ്പോൾ 2 സംഭവം തന്നിട്ടുണ്ട്. വയർ എത്ര ലെങ്ത് ഉണ്ടാകും. അപ്പോൾ നമുക്കിതിൽ 2-3 ബുക്ക്ലെറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തൊക്കെയാന്ന് നോക്കി പോകാം. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ എന്താ സംഭവം, ഇത് സ്റ്റിക്കറാണുണ്ട്. സ്റ്റിക്കറാണ്, പക്ഷേ അതിൻ്റെ അടപ്പൂരി കേടായി ആകെ. പിന്നെ അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ്, വാറണ്ടി ബുക്ക്ലെറ്റും അതുപോലെ തന്നെ 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. നമുക്ക് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇതിന് വലിയ ആവശ്യമൊന്നുമില്ല. വയർ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. വയറും കാര്യങ്ങളൊക്കെ നമുക്ക് തുറക്കാം എന്തായാലും.
നമുക്കിത് നിങ്ങൾക്കറിയാം ഇത് USB പവർഡാണ്. നമ്മൾ USB കുത്തി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിലേക്ക് പവർ വരിക. എക്സ്ട്രാ വേറെ അഡാപ്റ്റർ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ USB പോർട്ട് വരുന്നുണ്ടോ. പിന്നെ നമ്മുടെ നോർമൽ 3.5mm ജാക്കും വരുന്നുണ്ട്. അതേ ഉള്ളൂ. അപ്പോൾ 3.5mm ജാക്കുള്ള മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഓക്സിൽ കുത്തിയിട്ട് വർക്കിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇതിനിപ്പോൾ നമ്മുടെ ആ സംഭവമൊന്നും ഇല്ലല്ലോ, എല്ലാം എടുത്ത് കളഞ്ഞില്ലേ. നമുക്ക് നമ്മുടെ സ്പീക്കർ എങ്ങനെ നോക്കി നോക്കാം. ഒരു പ്ലാസ്റ്റിക് റാപ്പിങ്ങിനുള്ളിൽ, അതിൻ്റെ ഉള്ളിൽ ഒരു തെർമോക്കോൾ റാപ്പിങ്ങിലാണ് അത് തന്നേക്കുന്നത് കേട്ടോ. നല്ല മെറ്റാലിക് ഫിനിഷ് പോലത്തെ ഒരു ലുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇവിടെ 2 സ്പീക്കർ ഉണ്ടായിരിക്കും. ഒരെണ്ണം ബാസിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒരു RGB ലൈറ്റ് അവിടെ വരുള്ളൂ. അവിടെ ഒരു ലൈറ്റ് വരിക കണ്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്പീക്കറും മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ട് നമുക്ക് അതിലൊന്ന് കുത്തി നോക്കണം. എന്താ വെച്ചാൽ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ നമ്മൾ നോർമൽ നമ്മൾ 𝗵𝗏്സിൻ്റെ ഒക്കെ സ്പീക്കർ നമ്മൾ ഓൾറെഡി മുമ്പ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 𝗵𝗏്സിൻ്റെ നോക്കിയിട്ടുണ്ട്. ലൈവ് ടെക്കിൻ്റെ സ്പീക്കർ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു 1000-1000 താഴെ റേഞ്ചൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ 2000 ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഡിഫറൻസ് നോക്കണമല്ലോ. ഇവിടെ നമുക്ക് 2 ടച്ച് ബട്ടൺ വരുന്നുണ്ട്. പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ ലൈറ്റിൻ്റെ ബട്ടൺ ആയിരിക്കാനാണ് സാധ്യത. ഇത് നമുക്ക് ഇവിടെയാണ് ടച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചറിഞ്ഞ് മനസ്സിലായില്ല. ഇത് ടച്ച് സംഭവമൊന്നും കാണാനില്ല. ടച്ച് ഏരിയാസ് ഒന്നും കാണാനില്ല. മുകളിലില്ല. മുകളിലാണ്. നമുക്കിവിടെ ലൈറ്റിൻ്റെ ടച്ച് ബട്ടൺ മുകളിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോകുമ്പോൾ കമ്പ്യൂട്ടർ ഞാൻ ഓൺ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടായിരിക്കും ഞാൻ ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ലൈവ് ടെക്കിൻ്റെ ഒരു മോഡലാണ്. ഇത് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് LED സംഭവങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇതിലൊരു LED സ്ട്രിപ്പ് കാണാം നിങ്ങൾക്ക്. അപ്പം മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ ഇത് മോഡൽസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് ടച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സിംഗിൾ കളറായി. അപ്പോൾ നമ്മൾ ഒരെണ്ണം ടച്ച് ചെയ്താൽ മറ്റേത് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റി ഇങ്ങനെ വെക്കാം. അപ്പോൾ എനിക്ക് റെയിൻബോ ഇഷ്ടം. അപ്പോൾ നമ്മളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ പവർ ഓഫ് ബട്ടൺ ഉണ്ട്. നമ്മൾ ഓൺ ഓഫ് ബട്ടണാണ്. അവിടെ നമുക്കൊരു ചെറിയ റെഡ് ലൈറ്റ് ആയിട്ട് കത്തുന്നുണ്ട്. ഇത് നമുക്ക് ഓൺ ആക്കി നമുക്ക് നമ്മുടെ എന്തെങ്കിലും പാട്ടോ അങ്ങനെ സംഭവങ്ങൾ എന്തെങ്കിലും വെച്ച് നോക്കാം. നമുക്ക് എന്തായാലും മോണിറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ വന്നിട്ട് പാട്ട് നമുക്കൊന്നും വെക്കാൻ പറ്റില്ല. അത് കുഴപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി കേരള സ്ട്രൈക്ക് വരുമല്ലോ. അത് കാരണം നമുക്ക് ഇതൊന്നും വെച്ച് കാണിച്ചു തരാൻ പറ്റില്ല യൂട്യൂബ് നമ്മുടെ എന്താ പറയുക വീഡിയോസിൽ. നമുക്ക് എന്തായാലും നമ്മുടെ ചാനലിലത്തെ ഒരു വീഡിയോ വയ്ക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ സൗണ്ട് ക്വാളിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്തിട്ട് ഓക്കെ. അപ്പം നമ്മുടെ ചാനൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ വീഡിയോ കണ്ട നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് എടുത്ത് നോക്കാം. ഇതിൽ നമുക്ക് സൗണ്ട് കൂട്ടാം കേട്ടോ. ഇത് നമുക്ക് ഫുൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ സൗണ്ട് കൂട്ടി നോക്കാം. നമ്മളൊന്ന് പറയാൻ പോകുന്ന ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കുറെ പേർക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങൾ പറയുന്നുണ്ടായിരിക്കും. ഞാൻ റീസെന്റ് തന്നെ അപ്പൊ ഞാനിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്ന നമുക്കിപ്പൊരു ചെറുതായിട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പാർട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നത്. സൗണ്ടിന്റെ ക്ലാരിറ്റി ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ഈ സാധനമൊക്കെ കുറച്ച് നമ്മുടെ ഈ സൗണ്ടൊക്കെ ഒരു പകുതി ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് പോലെയൊക്കെ തോന്നും. ക്ലാരിറ്റി ഒക്കെ പോകും അതിന്റെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ iQOO ഫോൺ ആയിട്ടുള്ള നമ്മുടെ iQOO Neo 7 എന്താ പറയുക 888 നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 ഓൾമോസ്റ്റ്. അപ്പോൾ കൊള്ളാട്ടോ, അത് നല്ല ബാസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് കുറച്ചും കൂടി ആക്കായിരുന്നു എന്ന് എനിക്കൊരു തോന്നുന്നു. നമ്മളിപ്പോൾ ഇനി 2-3 ദിവസം നമുക്ക് എന്തായാലും നമ്മൾ 2-3 സ്പീക്കർ നമ്മൾ എന്തായാലും പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു നല്ല ക്വാളിറ്റി സ്പീക്കർ, ഗെയിമിംഗ് സ്പീക്കർ എന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ ചെറിയ LED സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് സൗണ്ട്. അതുപോലെ തന്നെ ബാസും ഉണ്ട്, ഒരു ചെറിയ ബാസും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സംഭവം കണ്ണും പൂട്ടി വാങ്ങിക്കാം. നമ്മുടെ 𝗵𝗏്സിനകത്തൊക്കെ ഡബിൾ സൗണ്ട് ക്വാളിറ്റി ഇതിന്റെ സ്പീക്കേഴ്സിന് ഉണ്ട്. പ്രത്യേകിച്ച് ഡുവൽ സ്പീക്കേഴ്സ് ആണ് രണ്ടെണ്ണം. കാരണം വൂഫേഴ്സ് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കണ്ണും പൂട്ടി സാധനം വാങ്ങിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ ഇടാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാം കമന്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.